സുപ്രസിദ്ധ പ്രസംഗകനും കൺവെൻഷൻ പ്രസംഗകനും ധ്യാനഗുരുവും എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധിയും പ്രശസ്തനും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വന്യ സാംവി ദാനിയേൽ സാറിനെ ഇന്നത്തെ ധ്യാന പ്രസംഗത്തിനായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ പെരുമല സെമിനാരുടെ പേരിൽ പ്രത്യേകം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യ ഭൂമിയിൽ, ഈ പരിശുദ്ധ ദേറായിൽ, ഈ വിശുദ്ധ ദൈവാലയത്തിൽ എനിക്ക് ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ചുമതലപ്പെട്ട എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും വലിയ നോമ്പ്, അതിൻ്റെ 40 ദിവസം നാം പിന്നിട്ട് 41-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കഷ്ടാനുഭവ ആഴ്ചയിലെ ചിന്തകളുമായിട്ട് നമ്മൾ നോമ്പ് ആചരിക്കുകയാണ്. മോശയും ഏലിയാവും ഒക്കെ നോമ്പ് നോറ്റു, വലിയ ശക്തി പ്രാപിച്ചവരാണ്. യേശു കർത്താവും നമുക്ക് വേണ്ടി 40 ദിവസം നോമ്പ് നോറ്റതാണ്. ആ നോമ്പ് നമ്മൾ അനുസ്മരിച്ചു, വിശുദ്ധിയോടെ നോറ്റു. ഇനിയും കർത്താവിൻ്റെ ക്രൂശമരണവും ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള അനുഗ്രഹീത സംഭവങ്ങൾ ഓർത്ത് ആ കഷ്ടാനുഭവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും പുതുക്കുവാനും ഒരു ദൈവിക തേജസ്സോടുകൂടി തുടർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാനും തക്കവണ്ണം നമ്മൾ ഒരുങ്ങുന്ന ആദ്യത്തെ ദിവസമാണല്ലോ ഇത്. ഈ സമയത്ത് ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ദൈവം തമ്പുരാൻ അവസരം ഒരുക്കി. എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു. തീർച്ചയായും ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കത്തക്കതുപോലെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കണമേ എന്നോർപ്പിക്കുന്നു. 12 മണി വരെ സമയമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. കൃത്യസമയത്ത് അവസാനിപ്പിക്കും. തീർച്ചയായും അലക്ഷ്യമായിട്ടിരിക്കാതെ ദൈവാശ്രയത്തിൽ പരിശുദ്ധന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പാവനമായ ദൈവാലയത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം മുറുമുറുപ്പില്ലാതെ പിറുപിറുപ്പില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ് ഇവിടെ. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി
ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ പാദപീഠത്തിങ്കൽ അല്പസമയം ഇരിക്കുവാൻ, നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ അവിടുത്തെ കൃപയ്ക്കായിട്ട് ഈ നല്ല സമയത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവമാണല്ലോ. അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തിയ തമ്പുരാനാണല്ലോ. രോഗത്തിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ, നെടുവീർപ്പുകളിൽ, പ്രതിസന്ധികളിലൊക്കെയും നീ ഞങ്ങളെ താങ്ങി പരിപാലിച്ച ദൈവമാണല്ലോ. കർത്താവേ, ഇപ്പോഴും ഞങ്ങളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ആ സഖ്യോൻ മാളിയിൽ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ അഗ്നിനാവുകളാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ദൈവമേ, അടിയങ്ങൾ മേലും പരിശുദ്ധാത്മാവെ അവിടുന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റിത്തരണം കർത്താവേ. ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ. വചനത്തിന്റെ മൂർച്ച കൊണ്ട് ഞങ്ങളുടെ കർത്താവേ ഹൃദയങ്ങളെ തുളച്ച് ഞങ്ങളുടെ പാപക്കറകളെ മായിച്ച് വിശുദ്ധിയുള്ളവരായി, തേജസ്കരിക്കപ്പെട്ടവരായി ഇവിടെ നിന്ന് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വ്യക്തികളായും കുടുംബമായും സമൂഹമായും ഞങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കണമേ. നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ആ ദാവീദ് രാജാവിനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അല്പസമയം ഇരിക്കട്ടെ. കർത്താവേ, അലക്ഷ്യമായ ചിന്തകൾ ഞങ്ങളെ ഭരിക്കരുതേ. നിന്റെ തിരുവചനത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അത് ധ്യാനിക്കുവാനും അതിൽ ചിന്തിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമെന്ന് പിതാപുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. യേശു കർത്താവ് ശിഷ്യന്മാരോട് അറിയിച്ച ഒരു വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകയില്ല. ഇതിന്റെ സന്ദർഭം വളരെ ചുരുക്കി ഞാൻ പറയാം. യേശു കർത്താവ് 3 ശ്ലീഹന്മാരുമായി മറുരൂപ മലയിലേക്ക് കയറിപ്പോയ ഒരു സംഭവം നമുക്കൊക്കെയും അറിയാം. പത്രോസ് ശ്ലീഹായെയും യോഹന്നാൻ ശ്ലീഹായെയും യാക്കോബ് ശ്ലീഹായെയും കൂട്ടിക്കൊണ്ട് മറുരൂപ മലയിലേക്ക്, താബോർ മലയിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് തേജസ്കരിക്കപ്പെടുന്നു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നു. അവർ സംഭാഷണം നടത്തുന്നു. ഈ സമയത്ത് താഴ്വാരത്തിൽ ബാക്കി 9 ശ്ലീഹന്മാരും അനേകം പുരുഷാരവുമായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ സമയം ഊമനായ ദുരാത്മാവ് ബാധിച്ച ഒരു മകനുമായി തൻ്റെ പിതാവ് യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട് അവിടേക്ക് തൻ്റെ മകനെ കൊണ്ടുവരികയാണ്. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കർത്താവ് അവിടെ ഇല്ല എന്ന്. ഉടനെ ഈ 9 ശ്ലീഹന്മാരും മാറി മാറി ഈ മകനെ സൗഖ്യമാക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതിരുന്നപ്പോൾ ജനത്തിനിടയിൽ ഒരു പെറുപെറുപ്പൊക്കെ ഉണ്ടായി. ഇവരുടെ കർത്താവിന്റെ ശിഷ്യന്മാർ തന്നെ ആയിരുന്നിട്ടും അവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജനം പെറുപെറുക്കുകയും ഒക്കെ തുടങ്ങിയ ഒരു ബഹളം അവിടെ ഉണ്ടായി. ഈ സമയത്താണ് കർത്താവ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ശ്ലീഹന്മാരുമായിട്ട് തിരികെ താഴേക്ക് വരുന്നത്. എന്താണ് ബഹളം എന്ന് തിരക്കിയപ്പോൾ ഈ സംഭവം മനസ്സിലായി. ഈ പിതാവിനെ വിളിച്ച് അടുക്ക വരുത്തി മകനെ സൗഖ്യമാക്കുന്നു. ആ ദുരാത്മാവ് അവനെ വിട്ടുപോയി. ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ കർത്താവ് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് സ്വകാര്യമായിട്ട് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നു. ഗുരു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല? നീ എത്ര നിഷ്പ്രയാസം ആ ദുരാത്മാവിനെ ദൂരത്താക്കിയെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല? ഇതൊക്കെ ഞാനും നിങ്ങളും ചോദിക്കുന്നതാണ്. എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ തമ്പുരാനെ ഇത്രമാത്രം രോഗങ്ങൾ ഇങ്ങനെ അടിക്കടി വരാൻ? എൻ്റെ വീട്ടിൽ മാത്രം എന്താണ് ഇത്ര പ്രയാസങ്ങളും വൈതരണികളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെയും ചില സമയത്തും ചോദിച്ചിട്ടുള്ളതാണ്. ഒരേ ഒരു മറുപടിയുള്ളൂ. ഇതിനെല്ലാമുള്ള മറുപടിയാണ് കർത്താവ് ശ്ലീഹന്മാരോട് പറഞ്ഞത്. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം പ്രാർത്ഥനയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും.
ഈ ഒരു വലിയ തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അടിക്കടി പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ സഹിക്കുവാൻ, അതിനെ നേരിടുവാൻ, അതിനെ തരണം ചെയ്യുവാൻ, ഒന്നുമല്ല എന്ന് ചിന്തിക്കുവാനുള്ള വലിയ ശക്തി തമ്പുരാൻ തരും. പരിശുദ്ധനായ പരുമല തിരുമേനി നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയുടെ പിതാവായിരുന്നു. പ്രാർത്ഥനയും നോമ്പും കൊണ്ട് ജീവിതത്തെ സ്ഫുടം ചെയ്ത് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പടവുകൾ കയറി പരിശുദ്ധനായി ആയിത്തീർന്ന പുണ്യപിതാവാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. ആ പരുമല തിരുമേനിക്ക് കടുതരമായ രോഗമുണ്ടായിരുന്നു, ഉടനീളമുണ്ടായിരുന്നു, മരണം വരെയും ഉണ്ടായിരുന്നു. ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഞാനും നിങ്ങളും എത്രയോ കൂട്ടായ്മകളിലേക്ക് മാറിപ്പോകാനിടയുണ്ട്. സഭ പോലും വിട്ടുപോകുന്ന ആളുകളെ എനിക്കറിയാം, രോഗം കൊണ്ട് രോഗം മാറണമെന്ന് കരുതിയിട്ട്. പക്ഷേ ആയുസ്സിന്റെ അന്ത്യം വരെയും കടുതരമായ രോഗം ശരീരത്തിൽ വഹിച്ച പുണ്യപിതാവാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. പക്ഷേ താൻ കൈവച്ച് ആരുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. കാരണം തൻ്റെ രോഗത്തെ വെറുമയായിട്ട് കരുതിയ പിതാവാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. അപ്പൊ പ്രാർത്ഥനയുടെ മക്കൾക്ക്, വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കൾക്ക് രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഈ ലോകത്തിൽ വഹിക്കേണ്ടി വരും. പക്ഷെ അത് സഹിക്കുവാനും നേരിടുവാനുമുള്ള ശക്തി തരണമേ തമ്പുരാനെ എന്നായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മൾ പാടുന്നുണ്ടല്ലോ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. പ്രാർത്ഥനയാൽ എപ്പോഴും ജാഗരിച്ച് പോരാടുവാൻ. ആരുമായിട്ട് പോരാടുവാനാണ്? പിശാചിനോട് പോരാടുവാൻ, എന്നെ ബാധിക്കുന്ന ദുഷ്ട ശക്തികളെ ജയിക്കുവാൻ പ്രാർത്ഥനയാൽ എപ്പോഴും മുറ്റിരിക്കുവാൻ എനിക്ക് കഴിയണമേ എന്നാണ് നമ്മളിവിടെ പാടുന്നത്. പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് എനിക്കിന്ന് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്. പ്രാർത്ഥന ഒരു പ്രക്രിയയല്ല, നമ്മൾ വല്ലപ്പോഴും നടത്തുന്ന ഓരോ പ്രക്രിയയല്ല, വൈകിട്ടും രാവിലെയും നടത്തുന്ന ഒരു പ്രക്രിയയല്ല പ്രാർത്ഥന. ഉച്ച നമസ്കാരം എന്ന് പറയുന്ന ആ ഉച്ചയ്ക്ക് മാത്രം നടത്തുന്ന ഒരു പ്രക്രിയയായിട്ട് പ്രാർത്ഥന കഴിച്ചോ, പ്രാർത്ഥന നടത്തിയോ എന്ന് പറയുന്നത് മാത്രമല്ല ഒരു വിശുദ്ധന്റെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതം തന്നെയായിരിക്കണം. പ്രയർ ഷുഡ് ബി ലൈഫ് ഇറ്റ്സെൽഫ് എന്ന് പറയും. പ്രാർത്ഥന ജീവിതം തന്നെയായിരിക്കണം. എൻ്റെ ജീവിതം ഉടനീളം എൻ്റെ പ്രാർത്ഥനയായിരിക്കണം. ആ പ്രാർത്ഥനയായിരിക്കണം എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ സഹധർമ്മിണിയും എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കണ്ട് വളരേണ്ടത്. പ്രാർത്ഥന ജീവിതമാണ്. അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥനയെ വിളിച്ചിരുന്നത് പ്രാർത്ഥനാ ജീവിതമാണെന്നാണ്, പ്രയർഫുൾ ലൈഫ് എന്നാണ് വിളിച്ചിരുന്നത്. പ്രാർത്ഥനാ ജീവിതം എന്ന് വിളിക്കും. പിതാക്കന്മാർ പ്രാർത്ഥന ജീവിതചര്യയായിട്ട് സ്വീകരിച്ചിരുന്നവരാണ്. അവർക്ക് ഏത് കാര്യങ്ങൾക്കും പ്രാർത്ഥനയുണ്ട്. പരുമല തിരുമേനിക്ക് ഏതിനും പ്രാർത്ഥനയുണ്ട്. എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെയും വിവിധ കാര്യങ്ങൾക്കെല്ലാം പ്രത്യേകം പ്രാർത്ഥനകളാണ്. രഹസ്യ പ്രാർത്ഥന. എണ്ണ തേക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, സോപ്പിടുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വെള്ളം കോരി ഒഴിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, കുളിച്ച് തോർത്തുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഭക്ഷണത്തിനിരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഭക്ഷണത്തിന് കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന, ഉറക്കാൻ ഏത് സമയത്ത് ഉറങ്ങാൻ കിടന്നാലും ആ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ ഉടനീളം പ്രാർത്ഥനയാണ്. അതാണ് പ്രാർത്ഥന ജീവിതചര്യയാണ് എന്ന് ഞാൻ പറയുന്നത്. പ്രാർത്ഥന മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ചേർത്ത് ബന്ധിപ്പിക്കുന്ന ചങ്ങലയാണ്. ഇറ്റ്സ് എ ചെയിൻ ലിങ്കിങ് ഗോഡ് വിത്ത് മാൻ. മനുഷ്യനെയും ദൈവത്തെയുമായിട്ട് ചേർത്ത് ബന്ധിപ്പിക്കുന്ന ചങ്ങലയാണ് പ്രാർത്ഥന.
പ്രാർത്ഥന ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവണിയാണ്. ഭൂമിയിൽ നിന്ന് മനുഷ്യന് സ്വർഗത്തിലേക്ക് കയറാൻ ഏതെങ്കിലും അവസരം കിട്ടുമെങ്കിൽ അത് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ വിശുദ്ധമായ ആ കർമ്മമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അലസന്മാരുടെ ആവശ്യം നിറവേറ്റുന്നതിനായിട്ടുള്ള യാചനയല്ല പ്രാർത്ഥന, പിന്നെയോ വിശുദ്ധന്മാരുടെ ദൈവത്തോട് ചേർന്നുള്ള സംസർഗമാണ് പ്രാർത്ഥന. വിശുദ്ധന്മാരുടെ ദൈവത്തോട് ചേർന്നുള്ള സംസർഗമാണ് പ്രാർത്ഥന, അല്ലാതെ അലസന്മാരുടെ ആവശ്യങ്ങൾക്കായുള്ള യാചനയല്ല പ്രാർത്ഥന. നിങ്ങൾ പിതാക്കന്മാർ എഴുതി വെച്ച ഏത് പ്രാർത്ഥന നോക്കിയാലും അതിനൊന്നും സ്വന്തം ആവശ്യങ്ങളില്ല അവിടെ. എന്നാൽ മറ്റ് വിഭാഗക്കാരുടെ മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നോക്കിയാൽ മതി. അവർ പറയും സ്വയപ്രാർത്ഥനയാ നല്ലതെന്ന്. ആ സ്വയപ്രാർത്ഥന ഉടനീളം അപ്പച്ചന്റെ രോഗം മാറ്റണേ, അമ്മാമ്മയുടെ രോഗം മാറ്റണമേ, ജോലി കിട്ടണേ, കുഞ്ഞിന് കല്യാണം നടക്കണമേ, കുഞ്ഞിനൊരു ജോലി കിട്ടണേ, പുറത്തു പോയിരിക്കുന്നവനെ കാത്തുകൊള്ളണേ എന്നൊക്കെയാണ് പ്രാർത്ഥന. ലൗകിക ആവശ്യങ്ങളാണ് പ്രാർത്ഥനയിലുടനീളം. നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനയിൽ ലൗകിക ആവശ്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. മറിച്ച് അത് ആത്മീയമായ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രണ്ട് പ്രധാന പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെടുവാനുള്ള ഭാഗ്യം കിട്ടിയ രണ്ട് കള്ളന്മാർ, ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാർ. ഇടതു ഭാഗത്തേന്നോ വലതു ഭാഗത്തേന്നോ നമുക്ക് തിരിച്ച് ചിന്തിക്കണ്ട. അത് നന്മയെല്ലാം വലതെന്നും തിന്മയൊക്കെ ഇടതെന്നുമുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ പറയുന്നതാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, അവരിൽ ഒരുവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? നീ ദൈവപുത്രനാണെങ്കിൽ നീ തന്നെ നിന്നെ ആദ്യം രക്ഷിക്ക്, എന്നിട്ട് ഞങ്ങളെയും ഒന്ന് രക്ഷിക്ക്. ഞങ്ങൾ ആപത്തിപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളെയും രക്ഷിക്ക്. ഇതാ നമ്മുടെയൊക്കെ പ്രാർത്ഥന. നമ്മൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടണം. നമ്മൾ രോഗത്തിലായിരിക്കുമ്പോൾ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടണം. അത് മാത്രം നമുക്ക് മതി. നമ്മുടെ പ്രാർത്ഥന ഉടനീളം അതിനുവേണ്ടി ആയിരിക്കും ആ സമയത്ത്. എന്നാൽ വലത്തുഭാഗത്തെ കള്ളൻ വിശുദ്ധന്മാരുടെ പ്രതിനിധിയെ പോലെ അവൻ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. എനിക്കൊരു സൗഖ്യവും വേണ്ട, എനിക്ക് രോഗസൗഖ്യം വേണ്ട, എനിക്ക് ക്രൂശിൽ നിന്നുള്ള മോചനം വേണ്ട. ഞാനിവിടെ കിടക്കട്ടെ, ചോര വാർന്ന് വാർന്ന് ഞാൻ മരിക്കട്ടെ ഇവിടെ. കാരണം ഐ ഡിസേർവ് ഇറ്റ്, ഞാൻ അത് അർഹിക്കുന്നവനാണ്. എന്റെ ജീവിതത്തിൽ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പം സുഖം വേണ്ട, എനിക്കിപ്പം ജീവൻ വേണ്ട. പക്ഷേ എന്റെ തമ്പുരാനെ, നീ രാജാധിരാജനാണ്. രാജാധിരാജനായി മേഘാരൂഢനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്നാ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് നീ എന്നെ കാക്കണമേ എന്നൊരൊറ്റ പ്രാർത്ഥന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ക്ഷണികമായ സൗഖ്യം എനിക്ക് വേണ്ട, ആത്യന്തികമായ നിത്യജീവൻ അവൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. തമ്പുരാൻ ഉടൻ കൊടുത്തു. എന്താണ് മറുപടി? തന്നിരിക്കുന്നു മകനെ. ഇതാണ് തമ്പുരാന്റെ വലിയ സ്നേഹമെന്ന് പറയുന്നത്. ഉപാധികളില്ലാതെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നവനാണ്. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ അവൻ വെളുപ്പിക്കും. നീ ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവൻ മറുപടി തരും. മകനെ, മകളെ, ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് മറുപടി തരും. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ക്ഷണികമായ സൗഭാഗ്യങ്ങൾ ഈ ലോകത്തിൽ നേടുവാനായിട്ടല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന വിശുദ്ധന്മാരുടെ ദൈവത്തോട് ചേർന്നുള്ള സംസർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ ഉടനീളം ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8:26 ഇങ്ങനെയാ പൗലോസ് ലീഗ പറയുന്നത്: വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലെന്നാണ് പൗലോസ് ലീഗ പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സ്ലീഹന്മാരടുത്ത് വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ
പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്ത് പ്രാർത്ഥനയാണ്? കർത്തൃപ്രാർത്ഥന എന്ന് പറയും. ഈ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത സഭയാണോ? അല്ല. കർത്തൃപ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥന ഇല്ല എന്ന് പറയണം. അത് പ്രാർത്ഥിക്കാത്ത സഭയല്ല. ഇപ്പൊ കർത്തൃപ്രാർത്ഥന നമ്മുടെ കൗമ പ്രാർത്ഥനയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. കൗമ എന്ന വാക്കിന്റെ അർത്ഥം നിൽപ്പ് എന്നാണ്. നിന്ന് പ്രാർത്ഥിക്കുന്നതായതുകൊണ്ടാണ് കൗമ എന്ന് നമ്മൾ വിളിക്കുന്നത്. കൗമ പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് തുടങ്ങുന്ന തൃത്വമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ കൗമ പ്രാർത്ഥന, കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ അവസാനിക്കുന്നതാണ് കൗമ പ്രാർത്ഥന. നമ്മുടെ ഏത് പ്രാർത്ഥനകളും, യാമപ്രാർത്ഥനകളായാലും ഏത് കൂദാശകളായാലും എല്ലാം തന്നെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൗമ പ്രാർത്ഥനയിലാണ്. ഈ കൗമ പ്രാർത്ഥന എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുവോ അത്രയ്ക്ക് നമുക്ക് അനുഗ്രഹം കൂടുകയുള്ളൂ. പ്രായമായ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കറിയാം, നെയ്യൊക്കെ ഉണ്ട്. 101 ആവർത്തിച്ച നെയ്യ് പണ്ട് കാലത്തുണ്ട്. ഇപ്പൊ അങ്ങനൊന്നും ആവർത്തിക്കാൻ സമയമില്ലാർക്കും. 100 കൂട്ടം കാര്യത്തിനിടയില നെയ്യ് 101 ആവർത്തിക്കാൻ പോകുന്നേ. വൈദ്യന്മാർക്ക് പോലും സമയമില്ല. 1001 ആവർത്തിച്ച നെയ്യെന്നൊക്കെ പറഞ്ഞാൽ അപാരമായ ഗുണം അതിന്. ഓക്കെ, എത്ര കണ്ട് ആവർത്തിക്കുന്നു അത്രയ്ക്ക് അതിന് ഗുണമേറുന്നത് പോലെയാണ് കൗമ പ്രാർത്ഥന ആവർത്തിക്കും തോറും. കാരണം അത് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്കിടയിലൊക്കെ 2 കൗമ നമസ്കരിക്കണം, 1 കൗമ നമസ്കരിക്കണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ അതങ്ങ് മറിച്ചു വിടും അല്ലേ? അതങ്ങ് ഒന്ന് തുടങ്ങിയപ്പോൾ കൗമ പ്രാർത്ഥിച്ചതല്ലേ, പിന്നെ ഇടയ്ക്കെന്തിനാ ഈ കൗമ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് ചൊല്ലി തീർത്താൽ, വെറുതെ ചൊല്ലി തീർക്കല്ല, ഹൃദയത്തിൽ തട്ടി ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ ചൊല്ലിത്തീർത്താൽ കിട്ടുന്ന അനുഗ്രഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ കൗമ പ്രാർത്ഥന മുഴുവൻ ഒരു സ്വർണ്ണമാലയാണെങ്കിൽ അതിലെ വൈഡൂര്യമാണ് കർത്തൃപ്രാർത്ഥന. വൈഡൂര്യം എന്ന് ഞാൻ പറയും. കോടിക്കണക്കിന് രൂപ വിലയുള്ള വൈഡൂര്യമാണ് കർത്തൃപ്രാർത്ഥന. ഈ കർത്തൃപ്രാർത്ഥന ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ചൊല്ലുമ്പോൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ചൊല്ലണം. കർത്തൃപ്രാർത്ഥനയിൽ ആകെ 9 വാചകങ്ങളേ ഉള്ളൂ. സ്ഫുടം ചെയ്ത 9 വാചകങ്ങളാണ്. ആദ്യത്തേത് വാചകം ഒരു സംബോധനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അവസാന വാചകം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകും. ആദ്യത്തേത് പിതാവേ എന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ വിളിച്ച് അപേക്ഷിക്കുന്ന, അത് സമൂഹമായിട്ട് വിളിച്ചപേക്ഷിക്കാനാണ് തമ്പുരാൻ പറഞ്ഞത്. എന്തുകൊണ്ടോ ഇന്നത്തെ ഭക്തി അങ്ങ് കൂടിക്കൂടി പോയിട്ട്, ഭക്തി അങ്ങ് വ്യക്തിഗതമായി മാറിയിട്ട് സ്വാർത്ഥത നിറഞ്ഞതായിട്ട് എൻ്റെ 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 എന്നാണ് ഇപ്പോഴത്തെ എല്ലാം പാട്ടുകളും അങ്ങനെയാ കേട്ടോ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ എന്ന് ഞാൻ പാടിയാൽ നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടും. ഒരു 10,000 വാട്ട്സിന്റെ ബോക്സും കൂടി ഇവിടോട്ട് അങ്ങ് വെക്കാമെങ്കിൽ നിങ്ങൾ ഇവിടെ അനുവദിക്കത്തില്ലെന്നേ ഉള്ളൂ. വേറൊരു ഭാഗത്താണെങ്കിൽ നിങ്ങൾ ചാടി അങ്ങ് എഴുന്നേക്കും, കൈയൊക്കെ അടിക്കാൻ തുടങ്ങും, കൈ വീശാൻ തുടങ്ങും. എന്താ കാരണം? അത് കേൾക്കുമ്പോ ഹൃദയത്തിൽ എന്തോ ഒരു തട്ട. ഞാൻ എന്ന് കേൾക്കുമ്പം ഒരു ഇടി വരികയാണ് നെഞ്ചത്തെന്നാ ചിലർ പറയുന്നത്. നമ്മുടെ പള്ളി വന്നാൽ കിട്ടത്തില്ലെന്നാ ചിലർ പറയുന്നത്. ഇവിടെ നമ്മൾ ഞാൻ എന്ന പരിപാടിയില്ല. ഞങ്ങൾ നിന്നെ കുടുംബമായി ദൈവം ആക്കി വെച്ചെങ്കിൽ നീ കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കണം. നിന്നെ കുടുംബമായിട്ടല്ല ഇടവകയായിട്ട് ദൈവം ആക്കിയിരിക്കുന്നെങ്കിൽ ഇടവകയായിട്ട് പ്രാർത്ഥിക്കണം. സഭയായിട്ട് ദൈവം നിന്നെ വെച്ചിരിക്കുന്നെങ്കിൽ സഭയായിട്ട് പ്രാർത്ഥിക്കാവുന്നിടത്തൊക്കെ സഭയായിട്ട് പ്രാർത്ഥിക്കണം. സമൂഹമായിട്ട് പ്രാർത്ഥിക്കണം. അതിനാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചത്. പിതാവേ എന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തമ്പുരാൻ തന്നു. സമൂഹമായി നീ ആയിരിക്കുന്ന സമൂഹത്തിൽ വിശ്വസ്തയോടെ നിന്ന് നീ പ്രാർത്ഥിക്കുക എന്നാണ് അവിടെ കർത്താവ് പഠിപ്പിച്ചത്. അവസാനമായിട്ടോ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആർക്കുള്ളതാണ്?
ദൈവത്തിനുള്ളതാണ്. അല്ലേ? നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ നമ്മുടെ കയ്യിലുള്ളതാണെന്നാണ്. കുടുംബത്തിൽ അമ്മാമ്മ പറയുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് ഇത് മുഴുവൻ നടക്കും. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, പരമലയിൽ വരുന്ന അമ്മാമ്മമാരുടെ കാര്യമല്ല, കുടുംബത്തിലുള്ളവരുടെ, വീട്ടിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കഴിവ് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് എല്ലാവരുടെയും ചിന്ത. അമ്മാമ്മമാരുടെ ചിന്ത അങ്ങനെയാണ്. അച്ചായന്മാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നീ വേറെ പണി നോക്ക്. നിങ്ങളെ കുറ്റപ്പെടുത്തി പറയും, ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നോണ്ട് ഈ കുടുംബം ഇങ്ങനെ നടക്കുന്നു, അല്ലേ? എൻ്റെ കഴിവ് കൊണ്ടെന്ന് അച്ചായൻ പറയും, എൻ്റെ കഴിവ് കൊണ്ടെന്ന് അമ്മാമ്മ പറയും. ഉടനെ മക്കൾ പറയും, നിങ്ങൾ രണ്ടുപേരും അലക്കാതിരി, ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് മക്കളും കയറി പറയും. ഇപ്പോഴത്തെ കഴിവുള്ള മക്കളാണ്, മിടുക്കര് പിള്ളേരായതുകൊണ്ട് അവരും കയറി പറയും. ചുരുക്കി പറഞ്ഞ അച്ചായനും അമ്മാമ്മയും മക്കളും കൂടെ ഒന്നിച്ചിരുന്നിട്ട് പറയണം, നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല. മനസ്സിലായല്ലോ? നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ തമ്പുരാൻ നമുക്ക് തന്ന ദാനമാണിതെല്ലാം, അല്ലേ? ഇതെല്ലാം തമ്പുരാൻ തന്ന ദാനമാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു, ആമീൻ എന്ന് പറഞ്ഞാണ് ഈ പ്രാർത്ഥന പൂർണ്ണമായ സമർപ്പണം, എ ടോട്ടൽ സബ്മിഷൻ ബിഫോർ ഗോഡ്. എന്നെ തന്നെ ഇതാ നിനക്ക് തരുന്നു, ഞാനെല്ലാം നിനക്ക് തന്നു, നീ എത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു തമ്പുരാനേ, എല്ലാം എനിക്കു നീ തന്നു, തന്നതിൽ ഒന്നും നിനക്കായി തന്നു ഞാൻ എന്നെ നിനക്കായി, അല്ലാതെ എന്തു നൽകാൻ. തന്നു ഞാൻ എന്നെ നിനക്കായി, അല്ലാതെ എന്തു നൽകാൻ. നാഥാ നീയാണെൻ്റെ ദൈവം, നീ തന്നതാണെൻ്റെ പ്രാണൻ, നീ തന്നെയാണെൻ്റെ തോഴൻ. സ്തോത്രമൊരായിരം സ്തോത്രം. വല്ലപ്പോഴും പാടുമോ? നിങ്ങൾ പാടുമോ? നാഥ നീയാണെന്റെ ദൈവം. എന്നോട് ചേർന്ന് ഒരു വരിയെങ്കിലും ഒന്ന് പാടാമോ? നാഥ നീയാണെന്റെ ദൈവം, നീ തന്നതാണെന്റെ പ്രാണൻ, നീ തന്നെയാണെന്റെ തോഴൻ. സ്തോത്രമൊരായിരം സ്തോത്രം, സ്തോത്രമൊരായിരം സ്തോത്രം. ഇതിപ്പര ഒരു അനുഗ്രഹം നമുക്കില്ല. നീ എനിക്ക് എന്തെല്ലാം തന്നു, ഞാൻ നിനക്കൊന്നും തന്നില്ല തമ്പുരാനെ, ഇതാ തരുന്നു, എന്നെ പൂർണ്ണമായി നിനക്ക് ഞാൻ തരുന്നു. ഈ ടോട്ടൽ സബ്മിഷനാണ് പുത്രനായ തമ്പുരാൻ പ്രാർത്ഥനയിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചത്. ബാക്കി ഇടയ്ക്കുള്ള 7 വാചകങ്ങൾ 7 കൂദാശകളാണ്. 7 കൂദാശകളാണ്. ഒന്നാമത്തെ വാചകം എങ്ങനെയാണ്? നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവനാമം പരിശുദ്ധമല്ലേ? അല്ലേ? ദൈവനാമം പരിശുദ്ധമല്ലേ? പിന്നെന്തിനാ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ എന്ന്? അത് പരിശുദ്ധമാണ്. എന്നാൽ തൻ്റെ നാമമാകുന്ന തൻ്റെ സഭ വിശുദ്ധിയില്ലാത്തവരായി മാറിയാൽ അത് തമ്പുരാന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. തൻ്റെ സഭയായ ഞാനും നിങ്ങളും വിശുദ്ധരായി മാറുമ്പോഴാണ് ആ നാമം അങ്ങ് പരിശുദ്ധമായി മാറുന്നത്. അല്ലെങ്കിൽ അല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അല്ല എന്നല്ല. എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കൂട്ടുകാര് കൊള്ളരുതാത്തവരാണെങ്കിൽ ഞാൻ എത്ര വിശുദ്ധനായാലും ആ കൊള്ളരുതായ്മ ചിലപ്പോൾ എന്നെയും കൂടെ ബാധിക്കും. മറ്റുള്ളവർ പറയും, സാറിൻ്റെ ഇന്നാരുടെ അല്ലയോ സാറിൻ്റെ കൂട്ടുകാരനെന്ന് ചോദിച്ചാൽ എനിക്കത് മോശമാണ്, അല്ലേ? എൻ്റെ തമ്പുരാനും മോശമാണ്, എൻ്റെ ദൈവത്തിനത് മോശമാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മൊത്തം തികച്ചിട്ട് ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, എൻ്റെ വാക്കുകൊണ്ട് ഒരിക്കലും, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും നിന്റെ നാമം ദുഷിക്കപ്പെടുവാനിടയാകരുത്. നിന്റെ നാമം മറ്റുള്ളവർ പരിഹസിക്കുവാൻ ഇടയാകരുതേ. കാരണം ഇവൻ ഒരു ക്രിസ്ത്യാനിയാണല്ലോ, യവൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ, യവൻ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ എന്നോർത്ത് മറ്റുള്ളവർ ദുഷിക്കാൻ ഇടയാകരുത് എന്ന് പറയാറുണ്ട്. യെശയ്യാ പ്രവചനം 52:5 നിങ്ങൾ വായിച്ചാൽ മതി.
എന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പം ദുഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ദൈവത്തിന്റെ നാമം എന്ന് ദൈവം തന്നെ പറയുന്നു. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നു. എപ്പോഴാണ് യഹോവയുടെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകുന്നത്? ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ, ഞാനും നിങ്ങളും പാപം ചെയ്ത് വെറുമയായി മാറുമ്പോൾ ആ ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകും. അപ്പൊ ദൈവത്തിന്റെ നാമത്തെ പരിശുദ്ധമാക്കണമെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധരാകണം. എന്നെയും നിങ്ങളെയും വിശുദ്ധരാക്കാനുള്ള ആദ്യത്തെ കൂദാശയാണ് മാമോദീസ, വിശുദ്ധ മാമോദീസ. വിശുദ്ധ മാമോദീസയിൽ കൂടിയാണ് എന്റെയും നിങ്ങളുടെയും ജന്മപാപങ്ങൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധരായി നമ്മളെ മാറ്റിയിട്ട് സഭയുടെ അംഗങ്ങളായി നമ്മളെ ആക്കി മാറ്റിയത് എന്ന് പ്രത്യേകം ഓർക്കണം. സദൃശവാക്യങ്ങൾ 30:9 ആഗൂർ എന്ന് പറയുന്ന പരിശുദ്ധന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. സദൃശവാക്യം 30:9, ഞാൻ ദരിദ്രനായിട്ട് നിന്റെ നാമത്തെ തീണ്ടുവാൻ ഇടയാക്കരുതേ. എനിക്ക് സമ്പന്നനുമാകണ്ട, എന്നെ നീ ദരിദ്രനുമാക്കല്ലേ. ദരിദ്രനായിട്ട് ഞാൻ മോഷ്ടിച്ച് നിന്റെ നാമത്തെ ദുഷീകരിക്കുവാൻ ഇടയാകരുത്. സമ്പന്നനായിട്ട് അഹങ്കരിച്ച് നിന്നെ മറക്കുവാനും എനിക്കിടയാകരുത്. ഇതിന്റെ മധ്യത്തിൽ തന്നാൽ മതി. എല്ലാ ദിവസത്തെയും നിത്യവൃത്തി തന്ന് എന്നെ കാക്കണമെന്നായി യാഗൂര് എന്ന് പറയുന്ന പരിശുദ്ധൻ പ്രാർത്ഥിച്ചത്. അപ്പോ നാമത്തെ വിശുദ്ധീകരിക്കുന്ന കൂദാശ ഏതാണ്? വിശുദ്ധ മാമോദീസ. അടുത്തായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? നിന്റെ രാജ്യം വരേണമേ. നിന്റെ രാജ്യം വരേണമേ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് ചായ്ച്ചാണ് ദൈവം തമ്പുരാൻ പുത്രനായി അവതരിച്ചത്. രാജ്യം ഭൂമിയിലേക്ക് വരുത്തുക. രാജ്യത്തിൽ രാജാവുണ്ടല്ലേ? രാജാവ് എന്ന് പറയുന്നത് വലിയ നിത്യമഹാപുരോഹിതൻ. യേശു കർത്താവ് നിത്യമഹാപുരോഹിതനാണ്. ആ നിത്യമഹാപൗരോഹിതനായ കർത്താവ് ഭൂമിയിൽ വന്ന് ആ പൗരോഹിത്യം നമുക്ക് തുടർച്ചയായിട്ട് തന്നിട്ടാണ് കർത്താവ് പോയത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യമാണ് നമ്മൾ ഓർക്കുന്നത്. ആ നിത്യമഹാപുരോഹിതനായ അങ്ങ് ഇവിടെ സ്ഥാപിച്ചതായ ഈ പൗരോഹിത്യം, അതിന്റെ അനുഗ്രഹം നമുക്കുണ്ട്, അതല്ലേ? നമ്മളെല്ലാം പുരോഹിത വർഗമാണ്, പുരോഹിത വർഗമാണ്. ആ പൗരോഹിത്യത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്റെ അനുഭവം, ആ പകർന്നു തരുന്ന വലിയ അനുഗ്രഹം അത് നമുക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗരോഹിത്യം അല്ലെങ്കിൽ വിശുദ്ധ പട്ടത്വം. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിലെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സന്തോഷം, വലിയ സ്വർഗത്തിലെ വലിയ ആനന്ദം, അത് ഭൂമിയിൽ ദൈവമക്കൾക്ക് അനുഭവവേദ്യമാകാനായിട്ട് ദൈവം തമ്പുരാൻ കൽപ്പിച്ച് നൽകിയ കൂദാശയാണ് വിശുദ്ധ വിവാഹം. വിശുദ്ധ വിവാഹം. വിശുദ്ധ വിവാഹം എന്തിനു വേണ്ടി തന്നതാണ്? സ്വർഗത്തിലെ സന്തോഷം ഭൂമിയിൽ അനുഭവവേദ്യമാക്കാനായിട്ട് തന്നതാണ്. ഇപ്പം കുടുംബം എന്ന് പറയുന്നത് നരകമാണോ സ്വർഗമാണോ? നിങ്ങളുടെയൊക്കെ കുടുംബം സ്വർഗമാണോ നരകമാണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. മക്കൾക്ക് കുടുംബത്തിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ? ചില കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അയ്യോ എൻ്റെ കുറെ എത്രയും താമസിച്ചാൽ വീട്ടിലോട്ട് കയറി ചെല്ലുന്നതാണ് നല്ലത്, കാരണം അവിടെ ചെന്നാൽ പിന്നങ്ങ് അലച്ചണ്ടയും വഴക്കുമാം. കുടുംബനാഥൻ പറയും കുറെ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല കുടുംബത്തിലെ നാഥന്മാർ 9 മണിയും 10 മണിയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലത്തുള്ളൂ. എന്താണെന്നറിയാമോ? കയറി ചെന്നിട്ട് അലച്ചണ്ടയും വഴക്കുമൊന്ന് കുറഞ്ഞിരുന്നോട്ടെ, ഞാനത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ച് പ്രാർത്ഥിച്ചു വേണേ കയറി കിടന്നാൽ മതിയല്ലോ എന്ന് പറയാറുണ്ട് പലരും. കുടുംബത്തിലായിരിക്കാൻ ഇന്ന് ആർക്കും ഇഷ്ടമല്ല, പുറത്തായിരിക്കാനാ ഇഷ്ടം. കാരണം കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല, എപ്പോഴും കുറ്റപ്പെടുത്തലാണ്. പപ്പ മമ്മിയെ കുറ്റപ്പെടുത്തും, അമ്മായിയമ്മ മരുമകളെ കുറ്റപ്പെടുത്തും. മരുമകൾ വിട്ടുകൊടുക്കുവോ? ഇല്ല. മരുമകൾ അമ്മായിയമ്മയുടെ 10 കുറ്റം പറയും. ഒറ്റ കുറ്റം ഇങ്ങോട്ട് പറഞ്ഞാൽ 10 കുറ്റം തിരിച്ചു പറയും. അമ്മായിയമ്മ അന്നേരം വിടത്തില്ല, വീണ്ടും 20 കുറ്റം അങ്ങോട്ട് കണ്ടുപിടിക്കും. അപ്പന് മക്കളോട് ഇഷ്ടമില്ല, കുറ്റപ്പെടുത്തലാണ്. കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ. അംഗീകാരമില്ല, കരുതലില്ല. എത്ര മക്കളെ സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നുണ്ട്. പല കുടുംബങ്ങൾക്കും ഇന്ന് കഴിയുന്നില്ല. തകർന്ന കുടുംബങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. കുടുംബത്തെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ നെഞ്ചത്ത് കൈവച്ചാൽ മതി, ഞാനാണ്. എന്റെ കുടുംബത്തെ സ്വർഗമാക്കിയെങ്കിൽ അത് ഞാനാണ് എന്ന് അഹങ്കരിക്കണ്ട.
അതിൻ്റെ കൂടെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എൻ്റെ കുടുംബത്തെ നരകമാക്കിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കുടുംബം സ്വർഗത്തിലെ സന്തോഷം അനുഭവവേദ്യമാക്കാൻ തമ്പുരാൻ തന്നതാണ്. ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്. എന്നെ കേൾക്കുന്ന ഈ പള്ളിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ പോലും സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്. ഒരായുസിലും കുറ്റം പറയരുത്. എൻ്റെ കൂടെ എൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങളെയൊക്കെ മെരുക്കി ഇല്ലാതാക്കാൻ തമ്പുരാൻ തന്ന തക്കതായ തുണയാണ് എൻ്റെ ഭർത്താവ് എന്ന് ചിന്തിക്കണം. ഭാര്യയും അതുപോലെയാണ്. ആയുസ്സിൽ ഒരിക്കലും എന്നെ കേൾക്കുന്ന അച്ചായന്മാരോ എന്നെ കേൾക്കുന്ന ജ്യേഷ്ഠന്മാരോ സഹോദരങ്ങളോ കുറ്റപ്പെടുത്തരുത്. ഭാര്യമാരെ പബ്ലിക്കിൽ കുറ്റപ്പെടുത്തി സന്തോഷമടയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ദൈവം പകരം ചോദിക്കും, യാതൊരു സംശയമില്ല. പകരം ചോദിക്കും, എന്നെങ്കിലും പകരം ചോദിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, കുടുംബം മക്കൾക്ക് മാതൃകയായിരിക്കണം. സ്വന്തം മാതാവും പിതാവും ഇണക്കിളികളെ പോലെ സ്നേഹത്തോടെ വസിക്കുന്നത് കുടുംബത്തിൽ കണ്ട് കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരനുഗ്രഹീതരായിട്ട് വളരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന കൂദാശ വിശുദ്ധ വിവാഹമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വരി എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്നും തരണമേ. ഇപ്പൊ പുതിയ ബൈബിളിലൊക്കെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അപ്പം എന്ന് തന്നെയാണെന്നാണ് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഓർക്കുന്നത് അപ്പം എന്നൊക്കെ പറഞ്ഞ എത്ര അപ്പം ഉണ്ട്? വെള്ളയപ്പം ഉണ്ട്, വട്ടയപ്പം ഉണ്ട്, പിന്നെ നെയ്യപ്പം ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്. 4 സൈസ് അപ്പങ്ങളെ നമുക്കുള്ളൂ. ഇത് തിന്നുകൊണ്ട് ജീവിച്ചാലൊക്കെ നമുക്ക് പറ്റുമോ? നമുക്ക് ചോറ് വേണം, ഫ്രൈഡ് റൈസ് വേണം, ബിരിയാണി വേണം, ചിക്കൻ വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് കഴിയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഈ ചിക്കനും ബിരിയാണിയും കോഴിയിറച്ചിയും ഒന്നും അല്ല ഈ പറയുന്ന ആഹാരം. ഇവിടെ ആഹാരം തിരുത്തേണ്ട കാര്യമില്ല. ഈ അപ്പം ഞങ്ങൾക്ക് തരണമെന്ന് പറയും. ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമായത്. ഈ ആവശ്യമുള്ള അപ്പം ആരാന്നറിയോ? വിശുദ്ധ യോഹന്നാൻ 6:48 വായിച്ചാൽ മതി. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരു നാളും വിശക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു ഞാൻ. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുപോയി. ഈ അപ്പം തിന്നുന്നവൻ, ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചവരുണ്ടോ ഈ കൂട്ടത്തിലല്ലേ? എത്രയോ പേരുണ്ടോ? അനുഭവിക്കണം. മുടക്കം കൂടാതെ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഈ ആവശ്യമുള്ള അപ്പം എന്ന് പറയുന്നത് ഏത് കൂദാശയാണെന്നറിയാമോ? വിശുദ്ധ കുർബാന. എന്റെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണത്. അത് അനുഭവിക്കാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ പാഴാക്കരുത്, പ്രത്യേകം ഓർക്കണം. പക്ഷേ വിശുദ്ധിയോടെ വേണം അത് അനുഷ്ഠിക്കാൻ എന്ന് പ്രത്യേകം ഓർക്കണം. വിശുദ്ധ കുർബാനയാകുന്ന കൂദാശയെക്കുറിച്ച് തമ്പുരാൻ ഇവിടെ ഓർപ്പിക്കുന്നത്. എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഭക്ഷിക്കണം, അത് ഞങ്ങൾക്ക് എന്നും തരണമേ എന്നാണ് കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത വാചകം എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഇതൊരു വലിയ കുമ്പസാരമായി, ഇതൊരു വലിയ മാനസാന്തരമായി, ഇതൊരു വലിയ ഏറ്റുപറച്ചിലാണ് കേട്ടോ. ഇത് വലിയൊരു ഏറ്റുപറച്ചിലുമാണ്. ഇതിനകത്ത് വലിയൊരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. തമ്പുരാൻ എത്ര അപാരമായ പാണ്ഡിത്യത്തിലാണ് ഇത് എഴുതി പറഞ്ഞു തന്നതെന്ന് ഓർക്കണേ. പഠിപ്പിച്ചത് ശിഷ്യന്മാരെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു, ഏറ്റുപറയിക്കുകയായിരുന്നു. വലിയ കെണി അതിനകത്തുണ്ട്. ഈ വാചകം അലക്ഷ്യമായിട്ട് ചൊല്ലിയാൽ തന്നെ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രേറ്റ് സിൻ. അത് തന്നെ ഒരു പാപമാണ്. എന്ത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അപ്പൊ ഒരു കർത്തൃപ്രാർത്ഥനയിലെ ഈ വാചകം ചൊല്ലുന്ന സമയത്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും നിങ്ങൾക്കുണ്ടായിരിക്കാൻ പാടില്ല. നമ്മൾ അപ്പോഴും വൈരം വെച്ച് പുലർത്തിയിരിക്കുക. മരുമക്കൾ ഇന്നലെ പറഞ്ഞ ചങ്കിക്കൊള്ളുന്ന വാചകം മനസ്സിൽ വെച്ച് കുത്തി കുത്തി നോവിച്ച് അവളെയും നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് കർത്തൃപ്രാർത്ഥന ചൊല്ലുന്നതെങ്കിൽ പാപം ഇരട്ടിക്കും. ഒരു സംശയവും വേണ്ട, പാപം ഇരട്ടിക്കും.
ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്ന ആളിനെ പരിഹസിച്ച് കളിയാക്കി അവനെ തകർത്തിട്ട് വീട്ടിൽ വന്നിട്ട് കർത്തൃപ്രാർത്ഥന ചൊല്ലാൻ കയറിയാൽ നിന്റെ പാപം ഇരട്ടിക്കുമെന്ന് ഞാൻ പറയും. നീ പീഡിപ്പിച്ചിട്ട്, ദുഃഖിപ്പിച്ചിട്ട്, വേദനിപ്പിച്ചിട്ട്, നീ നിമിത്തം ആരെങ്കിലും കണ്ണുനീരൊഴുക്കാനിടയായിട്ടുണ്ടെങ്കിൽ, നീ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പൈസ കൈക്കൂലിയായിട്ട്, കണ്ണുനീരിന്റെ വിലയായിട്ട് നീ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാചകം ചൊല്ലുവാൻ നമുക്ക് അർഹതയില്ല. ഓർക്കണം, എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ, അവിടെ എൻ്റെ നല്ല കേട്ടോ, ഞാൻ ഇപ്പൊ ചൊല്ലിയത് വെറുതെ ചൊല്ലിയ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സത്യ കുമ്പസാരമാണിത്. ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്ന സത്യ കുമ്പസാരമാണ് ഇത്. അതുകൊണ്ട് പാപം ചെയ്യരുതെന്ന് ചെയ്തു പോകാം, അറിയാതെ പാപം ചെയ്യാം. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പാണ്. ഇല്ലെങ്കിൽ കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള വാചകം നിർത്തണം. ഇങ്ങനെ വാചകങ്ങൾ അറിയാതെ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന പരിപാടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തണം എന്ന് ഞാൻ പറയുന്നു. ദൈവാത്മാവിൽ പറയുകയാണ്, നിർത്തണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ അതാണ് ക്രെഡിറ്റ്. വേദനിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്രെഡിറ്റ് അല്ല, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ക്രെഡിറ്റ് അല്ല. അത് ആർക്കും സാധിക്കും. ഒരു അമ്മായി പറയാ, എന്റെ മരുമകളുടെ 10 കുറ്റം ഞാൻ കണ്ടുപിടിച്ചു, ഒരു ക്രെഡിറ്റ് അല്ല, അത് ആർക്കും പറ്റുന്നതാണ്. അവളുടെ 10 നന്മകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ദാറ്റ്സ് എ ക്രെഡിറ്റ് ഫോർ യു. നിങ്ങളുടെ ക്രെഡിറ്റ് ആണ്. കാരണം എല്ലാവർക്കും അത് കഴിയുന്നില്ല. മരുമകളും അതുപോലെ ഓർക്കണം കേട്ടോ. മരുമകൾ അമ്മായിയമ്മയുടെ 10 നന്മകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ, എന്റെ അമ്മയുടെ 10 നന്മ ഞാൻ കണ്ടുപിടിച്ചു ഇത്രയും കാലം കൊണ്ട്, 1 വർഷക്കാലം കൊണ്ടെന്ന് പറയാൻ ഒരു മരുമകൾ കഴിയുമെങ്കിൽ അതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മറ്റത് ക്രെഡിറ്റ് അല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് സത്യകുമ്പസാരം. അടുത്ത വാചകം എന്താണെന്നറിയാം? പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പരീക്ഷകൻ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരും കേട്ടോ. പിശാച് ഏത് നിമിഷവും നമ്മളെ ഉപദ്രവിക്കാൻ കടന്നു വരും. ഏത് സമയത്തും വരും. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കും. എന്റെ നിങ്ങളുടെ ഒക്കെ ശരീരത്തിൽ പിശാചുക്കളുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പം ഒരു യുവതിയുടെ ശരീരത്തിൽ ഇങ്ങനെ വിറച്ച് ഒരു ദുരാത്മാവ് പറയുകയാണ്, എന്നെ വർഷങ്ങളായിട്ട് ഒരാള് പറഞ്ഞു വിട്ടിരിക്കുകയാണ്, ഈ ശരീരത്തിൽ ഞാൻ തകർത്തിട്ടേ പോകുള്ളൂ, ഈ കുടുംബം ഞാൻ വെളുപ്പിക്കും. ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈ കുടുംബം ഞാൻ വെളുപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേദപുസ്തകമൊക്കെ ആ യുവതിയുടെ പുറത്തോട്ട് വെച്ചോണ്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നീ വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം ഞാൻ പോയി പ്രാർത്ഥിച്ചു, അവിടെ ആ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഒത്തിരി മാറിക്കാണും, പക്ഷേ ബുദ്ധിമുട്ട് തോന്നിക്കാണും. എന്റെ കഴിവുകൊണ്ടല്ല കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഭവനത്തിൽ ദുരാത്മാവ് കടന്നു വരികയില്ല. എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ദൈവാത്മാവ് വസിക്കണമെങ്കിൽ അവിടെ സന്തോഷമുണ്ടാവണം. നമ്മുടെയൊക്കെ ശരീരത്തിൽ ദുരാത്മാക്കളുണ്ട്, അതുകൊണ്ടാണ് ഈ ദോഷങ്ങളൊക്കെ ചെയ്യുന്നത്. ഭാര്യയെ കുറ്റപ്പെടുത്തുന്നവന്റെ ശരീരത്തിൽ ദുരാത്മാവുണ്ട്, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നവളുടെ ശരീരത്തിൽ ദുരാത്മാവുണ്ട്. അതിനെ മാറ്റിക്കളയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ വസിപ്പിക്കണം. പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ദൈവത്തോട് ചോദിക്കുന്നത്, എനിക്കൊരു സംരക്ഷണം തരണമെന്നാണ്. സംരക്ഷണം ചോദിക്കുകയാണ്. ഇസ്രായേൽ ജാതിയുടെ ഭവനങ്ങളിൽ സംഹാരദൂതൻ കയറാതിരുന്നത് എന്തുകൊണ്ട്? ആ ഭവനങ്ങളുടെ കട്ടളപ്പടിമേൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിരുന്നു. മുദ്രയാണത്. വലിയൊരു മുദ്ര പതിപ്പിച്ചിരുന്നു. കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളപ്പടിമേൽ നീ 3 നെടിയതിലും കുറിയതിലും പെരട്ടണം. അത് കണ്ട സംഹാരദൂതൻ കടന്നുപോയി, അവിടെ കയറിയില്ല. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ, എന്റെയും നിങ്ങളുടെയും നെറ്റിമേൽ ഇങ്ങനൊരു മുദ്രയുണ്ടെങ്കിൽ ദുഷ്ടൻ കടക്കുകയില്ല. അതിന് സഭ നൽകിയിരിക്കുന്ന മുദ്രയാണ് ഏതെന്നറിയാമോ? വിശുദ്ധ മൂറോൻ. വിശുദ്ധ മൂറോനാകുന്ന മുദ്ര സഭ നമുക്ക് തന്നിരിക്കുന്നു. അവിടെ അലക്ഷ്യമായിട്ട് പൊട്ട് തൊട്ട് ചുമ്മാതെ ക്യാൻസർ പിടിക്കുന്ന തരത്തിലുള്ള പൊട്ടുകൾ, ഒട്ടിപ്പ് പൊട്ടെന്ന് പറഞ്ഞാൽ വെട്ടിപ്പും തട്ടിപ്പും ഉള്ള പൊട്ടാണ് കേട്ടോ. ഈ പൊട്ട് തൊടല്ലേ ആരും. ഇവിടെ ആരെയും ഞാൻ കാണുന്നില്ല ദൈവത്തിന്റെ കരുണ കൊണ്ട്. പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മതി, എത്രയോ തരത്തിലുള്ള പൊട്ടുകളാണ് തൊട്ടങ്ങോട്ട് വയ്ക്കുന്നത്. അതിലെ പശ എന്ന് പറയുന്നത് ക്യാൻസറസ് ആണ്. ആ പശ കെമിക്കലാണ്.
അത് കുറെ നാൾ ഇവിടെ ഒട്ടിച്ചു കഴിയുമ്പോൾ ചെറിയ ചൊറിച്ചിലൊക്കെ തോന്നും, തൊലിയൊക്കെ വെളുത്തു വരും. അപ്പൊ വലിയ പൊട്ട് വാങ്ങിച്ചു വെക്കും. കാരണം ഇവിടെ ഒരു കറുപ്പുണ്ടായിരുന്നു, അതങ്ങ് മാറുമല്ലോ എന്ന് വിചാരിക്കും. കറുപ്പ് മാറി വെളുപ്പായിട്ട് ചൊറിയാൻ തുടങ്ങും, ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും. പിന്നെ പൊട്ടി അത് അലർജിയായി ക്യാൻസർ വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഇവിടെ പൊട്ടിന്റെ ആവശ്യമില്ല, കാരണം വലിയൊരു മുദ്ര നമുക്കിവിടെ ഉണ്ട്. നീ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഉണ്ട്. പിശാചിന് കാണാൻ പറ്റും, പിശാചിനത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ മുദ്രയാണേത് വിശുദ്ധ മൂറോൻ ആകുന്ന മുദ്ര. അത് നഷ്ടപ്പെടുത്തരുത്, അതിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്. വിശുദ്ധ മൂറോനിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ പ്രൊട്ടക്ഷൻ, ഈ സംരക്ഷണം കവചം പോലെ നമ്മളെ സംരക്ഷിക്കും. ഈ പൈശാചികന്റെ ഏത് കെണിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുക. അതാണ് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്ന് പറയാൻ ഈ കവചം നമ്മളെ സഹായിക്കുന്നു, വിശുദ്ധ മൂറോൻ. ലാസ്റ്റ് ഏഴാമത്തെ വാചകം എന്താണ്? ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദുഷ്ടന്റെ അപകാരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം. നമ്മൾ എത്ര വിശുദ്ധരായിട്ട് ജീവിച്ചാലും ദുഷ്ടൻ നമ്മളെ അപഹരിക്കും, നമ്മളെ സ്വാധീനിക്കും. ദുഷ്ടന്മാർ നമ്മളെ സ്വാധീനിക്കും. ദുഷ്ടന്റെ അപകാരം കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അത് ശരീരരോഗം മാത്രമല്ല, മാനസിക രോഗം ഉണ്ടാവും. ശരീരത്തിന് രോഗം ഉണ്ടാവും, മനസ്സിന് രോഗം ഉണ്ടാവും. മനസ്സിന് രോഗം ഉണ്ടായാൽ ശരീരത്തിന് രോഗം ഉണ്ടാവും കേട്ടോ. മനസ്സിന്റെ രോഗം ശരീരത്തെ ബാധിക്കുമോ? ബാധിക്കും, യാതൊരു സംശയമില്ല. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിന് പോലും ഒരു ആയാസം തോന്നത്തില്ല, ഒരു ഉന്മേഷമില്ല, ജോലി എടുക്കണം തോന്നത്തില്ല. അടുക്കളയിൽ ചെന്നിരുന്നുകൊണ്ടും പിറുപിറുക്കുക, അങ്ങ് എന്തിനാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് അങ്ങനെ അങ്ങ് പിറുപിറുക്കുകയാണ്. ഒരു സന്തോഷവുമില്ല, സമാധാനവും ഇല്ല. മനസ്സിനേൽക്കുന്ന ആഘാതങ്ങൾ ശരീരത്തെ ബാധിക്കും രോഗമായിട്ട്. ശരീരത്തിന്റെ രോഗം മനസ്സിനെ ബാധിക്കും. സോ മൈൻഡ് ആൻഡ് ബോഡി ആർ വെൽ റിലേറ്റഡ്. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. മനസ്സിന്റെ അസ്വസ്ഥതകളെല്ലാം ശരീരത്തെ ബാധിക്കും, ശരീരത്തിന്റെ അസ്വസ്ഥതകളെല്ലാം മനസ്സിനെയും ബാധിക്കും. ഇത് രണ്ടിനെയും ബാധിക്കുന്ന രോഗങ്ങൾ മാറുവാൻ വിശുദ്ധ സഭ കൽപ്പിച്ചിരിക്കുന്ന കൂദാശയാണ് ഏത്? രോഗികളുടെ തൈലാഭിഷേകം. അന്ത്യകൂദാശയല്ല കേട്ടോ. അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസം വലിച്ചോണ്ടിരിക്കുമ്പോൾ പറയും, അപ്പച്ചൻ നീ അധികം നാളില്ല എന്ന് അച്ഛനെ വിളിക്കുക, അച്ഛനെ വിളിച്ചോണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക, തൈലാഭിഷേകം നടത്തുമെന്ന് പറയും. അങ്ങനെയുള്ളതിനല്ല. രോഗിയായിരിക്കുന്ന ഏത് മനുഷ്യനും, ശരീരരോഗമല്ല, മാനസികമായി പോലും ഒരു വ്യാകുലമോ പ്രയാസമോ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ വേണമെങ്കിൽ ഈ കൂദാശ നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അച്ഛൻ്റെയും കൂടെ സൗകര്യം നോക്കി നമുക്ക് വേണമെങ്കിൽ കൂദാശ സ്വീകരിക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. രോഗികളുടെ തൈലാഭിഷേകം എത്ര പ്രാവശ്യം വേണമെങ്കിലും ജീവിതത്തിൽ ആവർത്തിക്കാവുന്ന കൂദാശയാണ്, അല്ലാതെ അവസാന സമയത്ത് കൊടുക്കുന്നതല്ല. ഏത് സമയത്ത് ആവർത്തിക്കാം. അപ്പൊ ദുഷ്ടന്റെ അപകാരം കൊണ്ട് നമുക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് സഭ നൽകിയിരിക്കുന്ന കൂദാശയാണ് രോഗികളുടെ തൈലാഭിഷേകം എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ 7 കൂദാശകൾ അടങ്ങുന്ന വൈഡൂര്യമാണ് നമ്മുടെ കർത്തൃ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കൗമ. ഈ കൗമ ഇനി ഒരു കാലത്തും പ്രാർത്ഥിക്കാതിരിക്കുമോ? ഇല്ല. കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഹൃദയം നുറുങ്ങി കൈ രണ്ടും അങ്ങ് മലർത്തി, ഞാൻ എൻ്റെ കൈകളെ ദൈവസന്നിധിയിലേക്ക് മലർത്തുന്നു. കർത്തൃ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കൈകൾ മലർത്തണം. സങ്കീർത്തനങ്ങൾ 63:4 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണ്ടാ മതി. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. 77:2 രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥനയിൽ പറയുന്നു. അപ്പോ കർത്തൃ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കൈകൾ മലർത്തിപ്പിടിച്ച് സന്നിധി ബോധത്തോടുകൂടി ഈ സ്ഫുടം ചെയ്ത ഈ 9 വാചകങ്ങൾ നിങ്ങൾ നല്ല വിശുദ്ധിയോടെ ചൊല്ലുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് പ്രത്യേകം ഓർക്കണം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കും. ഒരു വിശുദ്ധൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രയർ മേക്സ് അവർ ഹാർട്ട് ബിഗർ ആൻഡ് ബിഗർ അണ്ടിൽ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് അക്സെപ്റ്റിംഗ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ ദാനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഹൃദയത്തെ വ്യാപ്തിപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന എത്ര കണ്ട് നടത്തും തോറും നമ്മുടെ ഹൃദയം വലുതായി വരും. എന്ന് പറഞ്ഞാൽ വീർത്ത് വരുമെന്നല്ല, വിശാലമായി മാറും. ദൈവത്തിൻ്റെ ആ മുത്തിനെ
ദൈവം തമ്പുരാനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം വിശുദ്ധമായി മാറും എന്നുള്ളതാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഒരു നിർവചനം നിങ്ങൾ ഒരു കാലത്തും മറക്കരുത്. പ്രാർത്ഥന ശൈശവത്തിന്റെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ട്, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. പ്രാർത്ഥന ശൈശവത്തിന്റെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ല ഉത്സാഹമാണ്. നമ്മൾ ഉത്സാഹം കെടുത്തിക്കളയായിരുന്നാ മതി. മക്കളെ പ്രാർത്ഥിക്കാൻ വരുന്നില്ലയോ? അയ്യോ വരുന്നു പ്രാർത്ഥിക്കാൻ വരുന്നു അല്ലേ? വലിയ സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. മാറാതിരിക്കണമെങ്കിൽ മുതിർന്ന നമ്മൾ അതിന് മാതൃക കാണിച്ചു കൊടുക്കണം. ഈ ശൈശവത്തിന്റെ ഉത്സാഹമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യൗവനത്തിലെ ആശ്രയം, യൗവനത്തിലാണ് നമ്മൾ തെറ്റിപ്പോകാനിടയുള്ളത്. ദുഷ്ടമാർഗത്തിലേക്ക് നീങ്ങുവാൻ സാധ്യതയുള്ളത് യൗവനത്തിലാണ്. നമുക്കൊരാശ്രയം വേണ്ടിയത് യൗവനത്തിലാണ്. അതുകൊണ്ട് ആ യൗവനത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന ഉപകരിക്കും. ഞാൻ ചോദിക്കട്ടെ, വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായിട്ടും ഉപരിപഠനത്തിനായിട്ടും ജോലിക്കായിട്ടും നിങ്ങൾ പറഞ്ഞു വിടുന്ന നിങ്ങളുടെ മക്കൾ അല്ലെ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരെ പറഞ്ഞു വിടാം. അവർ പ്രാർത്ഥനയുടെ മക്കളാണെങ്കിൽ, പ്രാർത്ഥനയുടെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും പേടിക്കണ്ട. മനസ്സിലായില്ലേ? എവിടെ വെളിയിലോട്ട് വിട്ടോ? കോളേജ് അന്തരീക്ഷങ്ങളെല്ലാം കലുഷിതമാണ്. മദ്യം കഴിക്കാതെ കോളേജ് ക്യാമ്പസിലേക്ക് വരുന്നവര് മൈനോറിറ്റിയാണ്, മെജോറിറ്റി അല്ല, മൈനോറിറ്റിയാണ്. അത് കഴിക്കാത്തവരെ കളിയാക്കും മറ്റുള്ളവര്. നീ എന്തൊരു കൊച്ചനാണ്, നീ ഈ നൂറ്റാണ്ട് ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കളിയാക്കുന്നു. അനുഭവമാണ് ഞാൻ പറയുന്നത്. എത്ര കളിയാക്കിയാലും പ്രാർത്ഥനയുടെ മക്കളാണെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ നീ പോയാലും നീ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കുടുംബത്തിൽ മാതൃകയിടുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ യൗവനത്തിലെ ആശ്രയമാണ്, വാർദ്ധക്യത്തിലെ സമാധാനമാണ്. എന്നെ കേൾക്കുന്ന പ്രായമായ അപ്പച്ചനും അമ്മച്ചുമാരും, നിങ്ങൾ ഓർത്തോണം, പ്രാർത്ഥന നമ്മുടെ വലിയ സമാധാനമാണ് കേട്ടോ. ഈ മക്കൾ ആരും കരുതുമെന്ന് നിങ്ങൾ ആരും കരുതല്ലേ. ഈ വനിതാ ദിനത്തിലെ മനോരമ എല്ലാ പത്രത്തിന്റെയും ഫ്രണ്ട് പേജിലെ വലിയൊരു വാർത്തയായിരുന്നു, 10 മക്കളുള്ള ഒരു അമ്മച്ചി വഴിയാധാരം എന്ന് പറഞ്ഞു. വഴിയാധാരം, 10 മക്കളുള്ളതാ. ഏറ്റവും ഇളയാള് വലിയ രാഷ്ട്രീയ നേതാവാണെന്നാണ് എഴുതിയിരിക്കുന്നത്. രാജ്യം മുഴുവൻ നന്നാക്കാൻ നടക്കുകയാണ്. എനിക്ക് ആരെയും കുറ്റപ്പറയേണ്ട കാര്യമില്ല. പക്ഷേ ദേശം നന്നാക്കുന്ന ഞാനും നിങ്ങളും ഓർക്കണം, സ്വന്തം അമ്മയെ നോക്കാത്തവന് എങ്ങനെ ദേശം നന്നാക്കാൻ കഴിയും? പറ്റില്ല. ദൈവം കൂടെ കാണില്ല, ഒരു സംശയം വേണ്ട. ഒരു അനാഥാലയത്തിൽ അവരെ എടുത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അവസാനം പോലീസുകാർ കൊണ്ടുപോയെന്ന് കേട്ടു, ബാക്കി എനിക്കറിയത്തില്ല. 10 മക്കളുടെ അമ്മ. ഈ അമ്മ നൊന്ത് പ്രസവിച്ചതാണെന്ന് ഓർക്കണം. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നിന്റെ നെറ്റിക്ക് കൈവച്ച് നിന്നെ കാത്തതാണ് നിന്റെ അമ്മ. നമ്മളൊരു പാട്ട് OVBS പഠിച്ചതാ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ് അത്. മുത്തം തന്നെന്നും ഉറക്കിയൊരമ്മ, കൈപിടിച്ചെന്നെ നടത്തിയൊരച്ഛൻ, വാർദ്ധക്യമാകുമ്പോൾ എന്തു ചെയ്യും, തള്ളിക്കളയുമോ പൈതലേ നീ, വാർദ്ധക്യമാകുമ്പോൾ എന്തു ചെയ്യും, തള്ളിക്കളയുമോ പൈതലേ നീ. കൈ വളരുന്നോ കാൽ വളരുന്നോ നോക്കി നടത്തിയൊരന്യരായോ, യൗവനമോഹങ്ങൾ മാടി വിളിച്ചപ്പോൾ പോറ്റി വളർത്തിയൊരാരുമല്ലേ, യൗവനമോഹങ്ങൾ മാടി വിളിച്ചപ്പോൾ പോറ്റി വളർത്തിയൊരാരുമല്ലേ, മുത്തം തന്നെന്നും ഉറക്കിയൊരമ്മ, കൈപിടിച്ചെന്നെ നടത്തിയൊരച്ഛൻ, വാർദ്ധക്യമാകുമ്പോൾ എന്തു ചെയ്യും, തള്ളിക്കളയുമോ പൈതലേ നീ. സ്വന്തം അപ്പനെയും അമ്മയെയും ശുശ്രൂഷിക്കാത്ത മകൻ ദൈവസന്നിധിയിൽ കാണില്ല. ഞാൻ തീർത്തു പറയുന്നു. ഈ മക്കൾ അങ്ങനെ ആയാലും വേണ്ടുവില്ല. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രായമായ അപ്പച്ചനമ്മച്ചിമാര്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമോ? നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥന ഒരു സമാധാനമാണ്, നല്ല സമാധാനം. 10 മക്കളും എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും,
പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഒരു നാളും എന്റെ ഉടയ തമ്പുരാൻ എന്നെ മറക്കില്ല. എനിക്ക് വേണ്ടി ഒരു വാസസ്ഥാനം അവൻ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. പ്രാർത്ഥന, ഞാൻ പറയട്ടെ, പറന്നുയരാനുള്ള ചിറകാണ്. It is the wings to fly off. പറന്നുയരാനുള്ള ചിറകാണ്. നിങ്ങൾക്കറിയാം, പക്ഷികൾക്കെല്ലാം ചിറകുണ്ട്. ആത്മാവിന്റെ ചിറകാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന അനുഷ്ഠിച്ച് തികച്ച് നന്നായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാമെങ്കിൽ, കട്ടിലേക്ക് കിടക്കുന്ന അപ്പച്ചനാണെങ്കിൽ അമ്മച്ചിയാണെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾക്ക് പറന്നുയരാം. എൻ്റെ പ്രിയനോടൊത്ത് പറന്നുയരാം. ഇല്ലെങ്കിൽ പറ്റുന്ന കുഴപ്പം ഇപ്പോഴത്തെ ബ്രോയിലർ ചിക്കൻ്റെ കൂട്ടിരിക്കും. കോഴിയൊക്കെ വാങ്ങിക്കാൻ പോകത്തില്ലേ നമ്മൾ? ഇനിയിപ്പോൾ ഉടനെ പോകും. ഒറ്റ ആഴ്ച കഴിയുന്നതിന് മുമ്പേ നമ്മൾ കോഴിയെ വാങ്ങിക്കാൻ പോകും. ഞാൻ ഓമല്ലൂർ ഒരു കടയുണ്ട്, കോഴിയൊക്കെ വല്ലപ്പോഴും ഒന്ന് വാങ്ങിക്കും കേട്ടോ. ഞാൻ വല്ലപ്പോഴും, വളരെ അപൂർവം സമയത്തെ ഈ സാധനത്തിനെ വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ, അത്യാവശ്യമുള്ള സമയത്ത് ചെല്ലും, ആ കോഴിയൊക്കെ പിടിക്കും. നമ്മളൊരു കോഴിയെ പറഞ്ഞു കൊടുത്താൽ ആ കോഴിയെ കൃത്യം ആ പുള്ളി അങ്ങോട്ട് ചെല്ലുന്നു, അതിൻ്റെ ചിറകിന് ഇങ്ങ് പിടിച്ചുകൊണ്ടിരുന്നു. കോഴിയൊന്നും അനങ്ങുന്ന പോലുമില്ല. എന്താ കാരണം? അതിന് അനങ്ങാൻ വയ്യ, നടക്കാൻ വയ്യ. 4 കിലോ ഉണ്ട്, പിന്നെ എങ്ങനെ? ഇത്രയേ ഉള്ളൂ കോഴി, 4 കിലോ ഉണ്ട്, പിന്നെ എങ്ങനെ നടക്കുന്നത്? എങ്ങനെ? ഇത് വാങ്ങിച്ച് കഴിക്കുന്നവരെങ്ങനാവും? അവരും അതുപോലാണ്. ശാരീരികമായ ഭാരം മാത്രമല്ല ഞാൻ പറയുന്നത്, ആത്മാവിന്റെ ഭാരവും കൂടുകയാണെന്ന്. നിന്റെ വേദന കൂടുകയാണ്, നിന്റെ രോഗങ്ങൾ കൂടുകയാണ്, നിന്റെ മനവിഷമം കൂടുകയാണ്, നിന്റെ പ്രതിസന്ധി കൂടുകയാണ്. നീ കഴിക്കുന്ന ഭക്ഷണം ഇതാണെങ്കിൽ, ആത്മാവിന്റെ ഭക്ഷണം നീ കഴിക്കുന്നില്ലെങ്കിൽ, നിന്റെ ആത്മാവിന്റെ ഭാരം കുറഞ്ഞ് നല്ല ശക്തമായ ചിറക് വന്ന് നിനക്ക് സ്വർഗത്തിലേക്ക് എങ്ങനെ പറക്കാൻ കഴിയും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ആത്മാവിന്റെ ചിറകാണ്. ചുമ്മാ ഞാൻ പറന്നങ്ങ് പോകുമെന്ന് പാട്ടുപാടിയോണ്ട് കാര്യമില്ല. അതിനനുസരിച്ച് ജീവിക്കണം, കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കണം, രോഗദുഃഖങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കണം. പ്രത്യേകം ഓർക്കണം, വാർദ്ധക്യത്തിലെ സമാധാനമാണ് പ്രാർത്ഥന. എത്ര മനോഹരമായൊരു നിർവചനം ഈ പിതാവ് നമുക്ക് തന്നിരിക്കുന്നു. പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹം, യൗവനത്തിലെ ആശ്രയം, വാർദ്ധക്യത്തിലെ സമാധാനം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് കേട്ടോ, പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ രസകരമായ ചില പ്രാർത്ഥനകളായിട്ട് നമുക്ക് തോന്നും. കളിയാക്കി പറയുന്നതാണ്. ഒരു തരത്തിൽ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, LIC പ്രാർത്ഥന എന്ന് പറയും. LIC പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രീമിയം അടയ്ക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരത്ത് പ്രാർത്ഥിക്കും, ആ കൃത്യ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന നടത്തും, പോവും. വെളുപ്പിനെ പ്രാർത്ഥിക്കണമല്ലോ, അതുകൊണ്ട് ആ കൃത്യസമയത്ത് പ്രാർത്ഥന നടത്തും, എഴുന്നേറ്റ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വാക്കായാലും ചിന്തയായും പ്രവൃത്തിയായാലും. അതിന് ഈ LIC പ്രാർത്ഥന, പ്രീമിയം അടച്ചേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രീമിയത്തിന് ചെന്നാൽ മതി. പക്ഷെ പ്രീമിയം അടയ്ക്കാതിരുന്നാൽ പൈസ ഒന്നും കിട്ടത്തില്ലെന്നും പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യും. അതാണ് LIC പ്രാർത്ഥന. വേറൊന്ന് തൂമ്പ പ്രാർത്ഥന എന്ന് പറയും. തൂമ്പ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തറിയോ? വെട്ടി വാരാനുള്ള പ്രാർത്ഥന. അത് നമ്മുടെ ആളുകൾക്ക് അധികം അറിയത്തില്ല കേട്ടോ. അറിയത്തില്ലാത്തതുകൊണ്ടാണ്, കഴിവില്ലാത്തതുകൊണ്ടാണ്. വെട്ടി വാരാൻ കഴിയുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ എനിക്ക് അതെല്ലാം ഇങ്ങി തരണേ, നിന്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സമൃദ്ധിയായിട്ട് ഇത് മുഴുവൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇനി ഇറക്കി തരണേ. മനസ്സിലല്ലേ? വെട്ടി വാരാനുള്ള പ്രാർത്ഥനയാണ്. എത്ര വികലമായ പ്രാർത്ഥനകളാണ് നമ്മൾ ഓർക്കണം. ഒരു വണ്ടി മറിഞ്ഞിട്ട് 40-45 പേര് മരിച്ചു. ഞാനും എൻ്റെ കുഞ്ഞും മരിക്കാത്തതുകൊണ്ട് എൻ്റെ ദൈവമേ അവരെല്ലാം ചത്തിട്ടും എന്നെയും കുഞ്ഞിനെയും മാത്രം നീ രക്ഷപ്പെടുത്തിയല്ലോ, നിനക്കായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രമാകുമോ? അത് ഇല്ല. ആ കുഞ്ഞുങ്ങളിൽ വേദനിച്ച് തന്നെ ദൈവത്തോട്, എൻ്റെ തമ്പുരാനെയെങ്കിലും അത്രയും പേര് ആ കുടുംബങ്ങൾക്ക് നഷ്ടമായല്ലോ, അവരനാഥരായല്ലോ, അവരെ നീ വെറുമയാക്കിയല്ലോ, എങ്കിലും നിനക്കൊരു പദ്ധതിയുണ്ട്, അതിൻ പ്രകാരം ആ കുടുംബങ്ങളോട് കരുണ തോന്നണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളെ രക്ഷിച്ചല്ലോ എന്ന് പ്രാർത്ഥിക്കേണ്ടെന്നാ ഞാൻ പറയുന്നത്. വികലമായ പ്രാർത്ഥനകൾ നിർത്തണം എന്ന് ഞാൻ പറയും. വെട്ടിവാരാനുള്ള പ്രാർത്ഥന. വേറൊരു പ്രാർത്ഥന ചൂണ്ട പ്രാർത്ഥന എന്ന് പറയും കേട്ടോ. ചൂണ്ട ഇടാൻ വേണ്ടി 10 രൂപ നേർച്ച ഇട്ടേച്ച് പറയും, എൻ്റെ 25 കോഴികളെയും പുണ്യാളച്ചാ നോക്കിക്കോണേ എന്ന്.
10 രൂപ. അല്ലെങ്കിൽ പുണ്യാളച്ചനെ 25, ഇപ്പം അങ്ങനെ കോഴികളില്ല കേട്ടോ അമ്മച്ചി, അതുകൊണ്ട് പേടിക്കണ്ട. 25 കോഴിയെ വിരിച്ചങ്ങോട്ട് വിട്ടേച്ച് പറയും, പുണ്യാളച്ചൻ നോക്കിക്കോണം, പരിമൽ തിരുമേനി നോക്കിക്കോണം, ഒരെണ്ണത്തിനെ ഞാൻ പുണ്യാളച്ചനങ്ങ് തരും. അപ്പോൾ ഒന്നിനെ പൂച്ച കൊണ്ടുപോയാൽ നമ്മൾ പറയും, കീരി കൊണ്ടുപോയാൽ പറയും, പുണ്യാളച്ചൻ്റെത് അങ്ങ് ആദ്യം എടുത്തല്ലോ എന്ന് പറയും, ബാക്കിയുള്ളതിനെ കൊടുക്കത്തില്ല. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെയാണ് നമ്മുടെ പല പ്രാർത്ഥനകളും. ഇത് 3ഉം വികലമായ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഏത് സൈസിലുള്ള പ്രാർത്ഥനകളാണ്? പരസ്യമായ പ്രാർത്ഥന നമുക്കുണ്ട്, അതായത് സമൂഹമായ പ്രാർത്ഥന. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സക്കറിയ പുരോഹിതൻ ദൈവാലയത്തിൽ ആരാധന നടത്തുമ്പോൾ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജനം സമൂഹമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലൂക്കോസിന് സുവിശേഷം 24-ന്റെ 52-53 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗാരോഹണം ചെയ്ത ശേഷം, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ശ്ലീഹന്മാർ ഒന്നിച്ചുകൂടി യെരുശലേം ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു എന്ന് പറയുന്നു. അവർ ഒന്നിച്ചുകൂടി അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സമൂഹമായിട്ട് പ്രാർത്ഥിക്കണം. സമൂഹമായിട്ട് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ മുടക്കരുത്. ഇപ്പൊ നമ്മൾ ഒന്നിച്ച് സമൂഹമായിട്ടായിരിക്കും. എത്ര അനുഗ്രഹമാണ് ഒന്നിച്ചിവിടെ ആയിരിക്കാൻ തക്കവണ്ണം നമുക്കൊരവസരം ദൈവം തന്നിരിക്കുന്നു. അതാണ് സമൂഹ പ്രാർത്ഥന, അത് മുടക്കരുത്. രണ്ടാമത്തത് രഹസ്യ പ്രാർത്ഥന, വ്യക്തിഗതമായ പ്രാർത്ഥന. അതും നമുക്ക് വേണം. നമ്മുടെ പിതാക്കന്മാർ രഹസ്യ പ്രാർത്ഥന ഒരുപാട് പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതും രഹസ്യമായിട്ടിരുന്ന് ചൊല്ലണം. ഇത് കഴിഞ്ഞിട്ട് സ്വന്തം ബുദ്ധി വേണമെങ്കിൽ ചൊല്ലിക്കൊള്ളുക കേട്ടോ. അത് ചൊല്ലണ്ടെന്നൊന്നും സഭ അങ്ങനെ വിലക്കുന്നൊന്നുമില്ല. പക്ഷെ അതെല്ലാം പലപ്പോഴും വികലമായി പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കർത്താവ് പതിവായിട്ട് രഹസ്യമായിട്ടും പ്രാർത്ഥിച്ചിരുന്നു. ദൈവാലയത്തിൽ പതിവായിട്ട് പോയിരുന്നു, രഹസ്യമായിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയിരുന്നു. എങ്ങനെയാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-47, 21-37 ഇവിടെയെല്ലാം നിങ്ങൾ നോക്കിയാൽ അവൻ അധികാലത്ത് ഇരുട്ടോടെ വെളിംപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അവൻ പ്രാർത്ഥിപ്പാൻ ജനങ്ങളെ പറഞ്ഞു വിട്ടിട്ട് മലയിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്നു. അങ്ങനെ വ്യക്തിഗതമായിട്ട് രഹസ്യമായിട്ട് വെളിംപ്രദേശത്ത് നിർജ്ജനദേശത്ത് പോയി കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. ഇസഹാക്ക് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 24-63 ഇസഹാക്ക് പ്രാർത്ഥിപ്പാൻ വൈകുന്നേരത്ത് വെളിംപ്രദേശത്ത് പോയി രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഈ പിതാക്കന്മാരൊക്കെ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന പിതാക്കന്മാരാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-6 കർത്താവ് പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാകുന്ന അറയിലേക്ക് കടന്നിട്ട് ഇന്ദ്രിയങ്ങളാകുന്ന വാതിൽ നീ അടച്ചിട്ട് ലോകവുമായിട്ടുള്ള സംസർഗം എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവവുമായിട്ട് മാത്രം സംസർഗം ചെയ്യണം. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തെ കാണാൻ ശ്രമിക്കണം, ദൈവത്തെ കേൾക്കാൻ ശ്രമിക്കണം, ദൈവത്തിന്റെ ഇംഗിതം അറിയാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് രഹസ്യ പ്രാർത്ഥന. ഞാൻ ദീർഘമായിട്ട് പറയാതെ അങ്ങ് വിട്ടുപോവുകയാണ്, എൻ്റെ സമയത്ത് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട്. മൂന്നാമത്തെ ടൈപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത് നിമിഷ പ്രാർത്ഥനയാണ്. നിമിഷ പ്രാർത്ഥന, ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ 1 തെസ്സലോനിക്കർ 5:16 പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്ന്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ ഇടാതെ, പ്രേ വിത്തൗട്ട് ബ്രേക്ക് എന്നാണ്. ഇടവില്ലാതെ പ്രാർത്ഥിക്കണം. ഇടവിട്ടു പോയാൽ പൈശാചി കയറും. അതുകൊണ്ട് ഇടവിടരുത് എന്ന് പറഞ്ഞാൽ ദൈവമേ എന്ന ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കണം എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 119:97 നിങ്ങൾ വായിച്ചാൽ മതി. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. ഇടവിടാതെ ഞാൻ ന്യായപ്രമാണം ധ്യാനിക്കുന്നു എന്നാണ് ദാവീദ് രാജാവ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മൾ ദൈവമേ എന്ന ഒരു ചിന്ത നമ്മളെ ഭരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ സഭയിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന ഏറ്റവും വലുത്, ഇപ്പൊ കൊടയുടെ പരസ്യമൊക്കെ നിങ്ങൾ ഏറ്റവും ചെറിയ ഏറ്റവും വലിയ എന്ന് പറയും. ഏറ്റവും ചെറിയ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുറിയേലായിസോൻ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവത്തിന്റെ കരുണ കിട്ടിയാൽ അത് മാത്രം മതി കേട്ടോ. അത് മാത്രം മതി നമുക്ക് ഈ ലോകത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടാനായിട്ട്. കരുണ കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് ആ കുറിയേലായിസോൻ 40 കുറിയേലായിസോൻ ചൊല്ലി നമ്മൾ ഈ നോമ്പ് കാലത്ത് ഉച്ചയ്ക്ക് കുമ്പിട്ടവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല, ഉണ്ട്. കുറിയേലായിസോൻ എന്ന് ചൊല്ലുമ്പോൾ അത് മുഴുവൻ എന്താണ്? കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ്. കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം, എത്ര വലിയ അനുഗ്രഹം കിട്ടുമെന്നറിയാമോ? അത് നിമിഷ പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. കുരിശ് വരയ്ക്കുന്നത് ഒരു നിമിഷ പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കുരിശ് വരയ്ക്കുന്നു, പഠിക്കാൻ തുടങ്ങുമ്പോൾ കുരിശ് വരയ്ക്കുന്നു, ഏത് ജോലി ആരംഭിച്ചാലും കുരിശ് വരയ്ക്കുന്നു. ദൈവമേ നെഞ്ചത്ത് കൈയൊന്ന് വെച്ചിട്ട് ദൈവമേ
എന്നൊന്ന് വിളിക്കുമ്പോൾ അതൊരു നിമിഷ പ്രാർത്ഥനയായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന വേണ്ട എന്ന് പറയുന്ന സഭകളൊക്കെ ഉണ്ട് കേട്ടോ. 1 തീമോത്തിയോസ് 2:5-6 പറയുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥന് ഒരുവനല്ലോ, പിന്നെ എന്തിനാ മറ്റൊരുത്തിനും രക്ഷയില്ല, ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഓക്കെ, നമ്മളതൊന്നും തെറ്റാണെന്ന് പഠിപ്പിക്കുന്നില്ല. ക്രിസ്തുവിനും മനുഷ്യർക്കിടയിലുള്ള മധ്യസ്ഥന്മാരാണ് നമ്മുടെ എല്ലാ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും. നമ്മളെ ക്രിസ്തുവിൽ എത്തിക്കുന്നതേ ഉള്ളൂ. ക്രിസ്തുവാകുന്ന മഹാമധ്യസ്ഥനാണ് നമ്മളെ പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലാക്കി തീർക്കുന്നത്. അതാ ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. നമ്മളും തന്നെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആ ക്രിസ്തുവിനെ കാണിച്ചു തരികയാണ് ആര് ചെയ്യുന്നത്? ഈ പരിമല തിരുമേനി ഉൾപ്പെടെയുള്ള പരിശുദ്ധന്മാരും ശുദ്ധിമതികളും. മാതാവും അങ്ങനെയാണ് ചെയ്യുന്നത്. മാതാവ് കാനാവിലെ കല്യാണത്തിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ആ പ്രശ്നം എത്തിച്ചതേ ഉള്ളൂ. ഇത് മാത്രമാണ് പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ചെയ്യുന്നത്. ക്രിസ്തുവിനെ കാണിച്ചു തരിക, നിങ്ങളെ ക്രിസ്തുവിൽ എത്തിക്കുക, എന്നെയും നിങ്ങളെയും ക്രിസ്തു അനുഭവത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. പൗലോസ് ശ്ലീഹ 1 തീമോത്തിയോസ് 2:1-2 വാക്യങ്ങളിൽ പറയുന്നു, സകലർക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. ഞാൻ പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാ പറയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അതേ രോഗമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ കൈക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ക്യാൻസർ രോഗമുണ്ടെങ്കിൽ, എന്ത് രോഗവും, നിങ്ങൾ എന്നെ കേൾക്കുന്നവർക്ക് എന്ത് രോഗമുണ്ടെങ്കിലും, നിങ്ങൾ ഇന്ന് വലിയ രോഗസൗഖ്യത്തിൻ്റെ റേഡിയോയിൽ കൂടെ ആണെങ്കിലും ടി വിയിലാണെങ്കിലും രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിച്ചോളാൻ വേണ്ട. ഞാൻ പറയുന്ന ഒരു മരുന്ന്, ഈ ലോകത്തിൽ ഈ രോഗമുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അതിൻ്റെ കൂടെ നിങ്ങൾക്കും തമ്പുരാൻ അനുഗ്രഹം തരും, അവന് ഇഷ്ടമാണെങ്കിൽ. അതിലേക്ക് ഞാൻ വരാം. ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, ദുഷ്ടന്റെ അലസമായ യാചനയ്ക്ക് തമ്പുരാൻ ചെവി കൊടുക്കുകയില്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം കേട്ടോ. ദുഷ്ടന്റെ അലസമായ യാചനയ്ക്ക് ദൈവം ചെവി കൊടുക്കില്ല. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഇടവിടാതെ താൻ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ താൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? എല്ലാ സങ്കീർത്തനം നിങ്ങൾ എടുത്തു നോക്കി. സങ്കീർത്തനങ്ങൾ 77 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. ചെവി തരും ആദ്യം. അതാണ് 71-ന്റെ 2-ാമത്തെ വാക്യം, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണം. ചെവി ചായ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നാണ്. 64-ന്റെ 1, ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ഒരുപാടുണ്ട്. ദീർഘമായ ഒരു ലിസ്റ്റ് ഉണ്ട്. ദാവീദ് രാജാവ് പറയുന്നു, ചെവി തരണമേ, എൻ്റെ യാചനയ്ക്ക് നീ മുഖം തിരിക്കരുതേ, എൻ്റെ യാചനയ്ക്ക് നീ മറഞ്ഞിരിക്കരുതേ. അന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ തമ്പുരാന് ദുഷ്ടന്റെ അലസമായ യാചനയ്ക്ക് ദൈവം ചെവി കൊടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ ഭക്തന്റെ ഹൃദയം നുറുങ്ങിയുള്ള സമർപ്പണത്തിനാണ് ദൈവം വില കൊടുക്കുന്നത്. പ്രത്യേകം ഓർക്കണം. ദുഷ്ടന്റെ യാചനയല്ല, വിശുദ്ധന്റെ യാചനയ്ക്ക് അവൻ മറുപടി കൊടുക്കും. 3 മറുപടി കൊടുക്കും. ശക്തമായിട്ട് പ്രാർത്ഥിച്ചാലും 3 മറുപടി ആയിരിക്കും കിട്ടുന്നത്. 1-ാമത്തെ മറുപടി തന്നിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. വലത്തുഭാഗത്തെ കള്ളൻ പ്രാർത്ഥിച്ചു, ഉടൻ തന്നെ മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മോനെ, നീ ക്ഷണികമായ സൗഖ്യമല്ല എന്നോട് ചോദിച്ചത്, ഇപ്പൊ ക്രൂശിൽ നിന്നുള്ള സൗഖ്യമല്ല ചോദിച്ചത്, നീ ആത്യന്തികമായ രക്ഷ എന്നോട് ചോദിച്ചത് കൊണ്ട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ. നീ മരിക്കും, ഇന്ന് മരിക്കും. 2 പേരും മരിച്ചു, കർത്താവ് മരിച്ച് പറുദീസയിലാകുമ്പോൾ അതിൻ്റെ കൂടെ കയറുവാനുള്ള ഭാഗ്യം. നിങ്ങൾ ദുഃഖവെള്ളിയിലെ സദറ കേൾക്കണം. ഈ വെള്ളിയാഴ്ച കെരൂബിനെ അവൻ ഏദനിൽ നിന്ന് മാറ്റി. ഈ വെള്ളിയാഴ്ച വലത്തുഭാഗത്തെ കള്ളൻ അതിലേക്ക് പ്രവേശിച്ചു. കണ്ടോ, എത്ര ഭാഗ്യകരമായ അനുഗ്രഹം ആ കള്ളന് കിട്ടിയത്. എന്തുകൊണ്ട്? അവന്റെ പക്വമായ പ്രാർത്ഥന കൊണ്ടാണ്. ഞാനും നിങ്ങളും ക്ഷണികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ മറക്കുന്നു. ദൈവമേ, എനിക്കത് മതി എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. ഞാൻ ഇത് വിവരിക്കുന്നില്ല, വിവരിച്ച സമയത്ത് നിർത്താൻ പറ്റൂല. 2-ാമത്തെ മറുപടി കാത്തിരിക്കുക എന്നതാണ്. തമ്പുരാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ തരും കേട്ടോ. അതതിൻ്റെ വേറൊരു ഗുണം. 2-ാമത്തെ മറുപടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇത് പ്രാർത്ഥിച്ചത് പലരുണ്ട്, അനേകരുണ്ട്. സക്കറിയ പുരോഹിതൻ ഒരു കുഞ്ഞിന് വേണ്ടി
പ്രാർത്ഥിച്ചു, നിരന്തരമായി ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. വെയിറ്റ്, നീ നില്ല് മോനെ മോളെ, നീ എന്തിനാണ് ഇത്രയും ധൃതിപ്പെടുന്നത്, നീ കാത്തിരിക്ക് എന്ന് മറുപടി കിട്ടി എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോൾ കാത്തിരിക്കുക എന്ന മറുപടിയുണ്ട്. മൂന്നാമത്തെ മറുപടിയാണ് തരില്ല. തരില്ല. എന്നെ കേൾക്കുന്നവർ ശ്രദ്ധയോടെ കേൾക്കണമേ. ഒരു വിശുദ്ധന്റെ ശരിയായ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് തരില്ല. ചില കാര്യങ്ങൾ ഇവിടെ ഒരാൾക്ക് അങ്ങനെ മറുപടി കൊടുത്തു. പൗലോസ് ലീഗയ്ക്ക് മറുപടി കൊടുത്തു. 2 കൊരിന്ത്യർ 12:7-10 വരെ നിങ്ങൾ വായിച്ചാൽ മതി. തൻ്റെ ശരീരത്തിലെ കടുതരമായ ഒരു രോഗം മാറുവാൻ താൻ പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു തന്നിരിക്കുന്നു, എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു എന്നൊക്കെ പൗലോസ് ലീഗ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ലൊരു രോഗമായിരുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കൊക്കെ ഭംഗം വരും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചതാ. 3 വട്ടം പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി മോനെ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ മതി എന്ന് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ പൗലോസ് ലീഗ പിന്നീട് അത് തിരിച്ചറിഞ്ഞു. നിങ്ങൾ വായിക്കണം വീട്ടിൽ ചെന്ന്. 2 കൊരിന്ത്യർ 12:7. വെളിപ്പാടുകളുടെ ആധിക്യം മൂലം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പിന്നെ അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്ത്? വെളിപ്പാടുകളുടെ ആധിക്യം മൂലം എനിക്ക് അത്രയും വെളിപ്പാടുകൾ എൻ്റെ തമ്പുരാൻ തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ നിഗളിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ അഹങ്കരിച്ച് ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് ദൈവം ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നത് എന്ന് താൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വിശുദ്ധന്റെ യഥാർത്ഥമായ പ്രാർത്ഥനയ്ക്കും 3 മറുപടിയുണ്ട്. എന്ത്? 1 തന്നിരിക്കുന്നു, 2 കാത്തിരിക്കുക, അവൻ ഇഷ്ടമുള്ളപ്പോൾ തരും, 3 തരില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടെ നിങ്ങളോട് പറയാം. പിതാക്കന്മാര് ഈ ഷേവ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഞങ്ങൾ നല്ല പുത്തൻ ബ്ലേഡ് എടുത്താണ് ഷേവ് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ തിളക്കമൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം. പപ്പ അതിങ്ങോട്ടും തരുമോ പപ്പാന്ന് ചോദിക്കും. ആ പുത്തൻ ബ്ലേഡ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമോ? കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും പപ്പാമാര് കൊടുക്കുമോ? കൊടുക്കില്ല. എങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന അനാവശ്യമായ അല്ലെങ്കിൽ അപക്വമായ ആവശ്യങ്ങൾ ഇതറിയുന്ന തമ്പുരാൻ തരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പക്വമായി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അവനിൽ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് നിന്റെ രോഗമായാലും നിന്റെ ആവശ്യങ്ങളായാലും നിന്റെ പ്രതിസന്ധികളായാലും നിന്റെ ജീവിതത്തിലെ വൈതരണികളായാലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് സമർപ്പിക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ള, തമ്പുരാനെ നിനക്കിഷ്ടമുള്ളതുപോലെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണമേ. ഒരു നിമിഷം കൂടെ തലകളെ വണക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തലമുറ തലമുറകളായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, സ്വർഗീയ പിതാവേ, നിന്റെ പാദപീഠത്തിങ്കിൽ ഇരിപ്പാനും നിന്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും നീ ഞങ്ങൾക്ക് തന്ന ഈ സാവകാശത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എത്ര കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാണ്. പലപ്പോഴും പക്വമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കറിയില്ല എന്ന് നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിച്ചു. പക്വതയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ പഠിപ്പിച്ച വലിയ പ്രാർത്ഥന കർത്താവേ, ആ കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ ശ്രേഷ്ഠമായ മുത്തുകളാകുന്ന പ്രാർത്ഥനകൾ അത് അക്ഷരം പ്രതി അനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ, ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വ്യക്തിഗതമായി പ്രാർത്ഥിക്കുവാനല്ല, സമൂഹമായി പ്രാർത്ഥിക്കുവാൻ, കുടുംബമായി പ്രാർത്ഥിക്കുവാൻ, ഇടവകയായി പ്രാർത്ഥിക്കുവാൻ, സഭയായി സമൂഹമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവേ വന്നിട്ടുള്ള കുറവുകളെ അവിടുന്ന് ഞങ്ങൾക്ക് മാറ്റിത്തരുമാറാകണമേ. തുടർന്നുള്ളതായ ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ഈ നോമ്പിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദൈവമേ ഭക്തിയോടെ വിശുദ്ധിയോടെ ആചരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ അവിടുത്തെ ഉയർപ്പിൽ പ്രവേശിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ പുതുക്കമായി തീരുവാനും തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബമായും ഇടവകയായും സമൂഹമായും സഭയായും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പുതുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, എല്ലാ നന്മകളാലും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.